ലോകത്തെ ഏറ്റവും വലിയ വിപണിയെ ഇന്ത്യയുടെ കാൽക്കീഴിലാക്കിയ തന്ത്രമറിഞ്ഞു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിട്ടത് മുതൽ മോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇന്ത്യയെ അമേരിക്ക വിറ്റു. ഈ പുതിയ വ്യാപാര കരാർ വെറും ഫേക്കാണ്. ഇങ്ങനെ തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുടെ പെരുമഴയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിലത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ചില ഡാറ്റകൾ തന്നെ ഒന്ന് പരിശോധിക്കാം. അതും കേരളത്തിന്റെ നേട്ടം തന്നെ ആയിക്കോട്ടെ. ഈ കരാർ ഒപ്പിട്ടതോടെ അമേരിക്കയുടെ ചില്ലറ വിപണിയിൽ കേരളത്തിലെ കർഷകന് എന്തൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന തേയിലയ്ക്കും കാപ്പിക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും മേലുണ്ടായിരുന്ന കനത്ത നികുതി ഭാരം ഈ കരാറോടെ 0% കുറഞ്ഞു. ഇതിനെയാണോ നിങ്ങൾ വിറ്റു എന്ന് പറയുന്നത്? അതോ നമ്മുടെ കർഷകന് കിട്ടിയ ലോട്ടറിയാണോ? വെളിച്ചെണ്ണ, പപ്പായ, കശുവണ്ടി എന്നിവയ്ക്ക് മേലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും അമേരിക്ക നൽകിയ പ്രത്യേക പരിഗണന നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയ്ക്കാനും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. തകർന്നു പോയ റബ്ബർ കർഷകർക്ക് ഒരു പുതുജീവൻ നൽകാൻ തന്നെ ഈ കരാറിന് സാധിക്കും. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ കുറച്ചതോടെ കേരളത്തിലെ ടാപ്പിംഗ് തൊഴിലാളി മുതൽ വലിയ തോട്ടം ഉടമകൾക്ക് വരെ ഇതിന്റെ ഗുണം ലഭിക്കും. അതുപോലെ തന്നെ ഇന്ത്യയെ വിറ്റതല്ല, മറിച്ച് അമേരിക്കൻ വിപണിയിലെ ലാഭവിഹിതം നമ്മുടെ കർഷകർക്ക് വേണ്ടി പിടിച്ചു വാങ്ങിയതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നീക്കം വളരും കേരളം വരും വികസിത കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും വലിയ പാലം തന്നെയാണ്. നിങ്ങൾ തന്നെ പറയൂ, ഇതൊക്കെ കേട്ടിട്ട് എന്താണ് സത്യമെന്ന്.